ഹോയ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചീരാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനെന്താ പറയുക, ഞങ്ങളിവിടെയൊക്കെ ഇതിന് ഓർക്കാപ്പുളി എന്ന് പറയും കേട്ടോ. ചില നാട്ടുകൾ ഇതിന് ഇരുമ്പൻപുളി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ട് പിടിപ്പിച്ചാട്ടോ. ഒരു വർഷമൊക്കെ ആവുന്നുള്ളൂ ഇത് നട്ടിട്ട്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ട് ഉണ്ടായിട്ട് ഇത് ആദ്യമായിട്ട് ഇതിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇതുകൊണ്ടൊരു അച്ചാറിടാൻ നോക്കുകയാണ് കേട്ടോ. ഒരു കിടിലൻ അച്ചാറിട്ട് നോക്കാം. ഇതൊക്കെ ചിലർ വെറുതെ കളയാറാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കിയാൽ കിടു ടേസ്റ്റാണ്. അപ്പം നമ്മളിതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടായതായതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം നമ്മളിത് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് കഴുകിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് എടുത്തതാണ്. വെള്ളം ഞാനൊരു തുണി കൊണ്ട് തുടച്ചെടുത്തു കേട്ടോ. വെള്ളം ഇല്ലാതെ ഇട്ടാലേ അച്ചാർ കേട് വരാതിരിക്കുള്ളൂ. അപ്പം ഞാനൊരു തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്തതാണിത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നടുക ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കട്ട് ചെയ്തിടുന്ന പാത്രം ചില്ലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ വേണം കേട്ടോ. സ്റ്റീലിൻ്റെ ആയാൽ അതിൽ ഇതിൻ്റെ കറ പിടിക്കും. അപ്പോൾ ഇടുന്നത് ഒരു ചില്ല് പാത്രത്തിലേക്കോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കോ മാറ്റിയിടണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ഞാനൊരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതിലൊന്ന് ഉപ്പും തിരുമ്മിയിട്ട് നമുക്ക് ഒരു മണിക്കൂറോ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉപ്പ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലെണ്ണ കയ്യിലിരിപ്പുണ്ടെങ്കിൽ നല്ലെണ്ണയും കൊണ്ട് ചെയ്യാം. ഞാൻ കുറച്ച് അച്ചാർ മാത്രമേ ഇടുന്നുള്ളൂ. കേട് വരാനൊന്നും ഇവിടെ അച്ചാർ നിൽക്കില്ല. അച്ചാറൊക്കെ ഒരു ദിവസം കൊണ്ട് ഇവിടെ കാലിയാകുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം കടുക് എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയതാണ്. ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇഞ്ചിൻ്റെ പീസും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. അതും കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എത്ര വേണ്ട വെച്ചാൽ എടുക്കാം. ഞാൻ ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞാണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. അത് നല്ല ഒരു ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ഇല്ലി കറിവേപ്പില ഒന്ന് അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് പോയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ അച്ചാറിന് നമുക്ക് നല്ല എരിവ് ആവശ്യമുള്ള മധുരം ചേർക്കുന്നതാണ്. അപ്പോൾ നല്ല എരിവ് വേണ്ട. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വെക്കുകയോ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കാതെ ആദ്യം ഓർക്കാപ്പുളി മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ലേ. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് വന്നിട്ടില്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ മുളകും പൊടിയൊക്കെ അതിലേക്ക് പിടിക്കാൻ മാത്രം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മുളകും പൊടിയൊക്കെ നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ ബാക്കി വന്ന ആ വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പ് കുറവുണ്ട് തോന്നിയാൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നോക്കിയിട്ട് ഉപ്പ് കുറവാണ് തോന്നിയാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ കായപ്പൊടി ഒരു
നുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വന്നതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ്. അപ്പം ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ശർക്കര പൊടിച്ചെടുത്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല പുള്ളില്ലതാവുകൊണ്ട് ഇതിലേക്ക് മധുരം വേഗം പിടിച്ചെടുക്കും. അപ്പോൾ എത്ര ചേർത്താലും നമുക്ക് കൂടുതലൊന്നും തോന്നൂല. ശർക്കര മസ്റ്റാണ്. ശർക്കര ചേർത്ത് കൊടുത്തതിൻ്റെ പുളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊരു 1-2 മിനിറ്റും കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിനാഗിരി, അതായത് നമ്മളെ സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം സുർക്ക ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ അച്ചാർ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഓർക്കാപ്പുളി ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. എല്ലായിടത്തും ആർക്കും വേണ്ടാതെ കളഞ്ഞു കിടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.